കേക്കടോ ദൃശ്യം നാളെ റിലീസാവാണ്. ടിക്കറ്റ് എടുത്താ? ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു. ആരെടുത്തന്ന്? അതാണ് ആവശ്യം. ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഓൾറെഡി. ദൃശ്യം 3 വലിയ ടൈം മാറട്ടെ. വളർമട ഇപ്പോൾ ചെയ്താൻ വന്ന് ദൃശ്യം 3 ഫ്ലോപ്പ് ആവുന്ന ഫ്ലോപ്പറാകാൻ പോകുന്നില്ല. എനിക്കൊന്ന് ആരും പറയുന്നത് ദൃശ്യം 1 ദൃശ്യം 2-നെക്കാട്ടും ത്രില്ലറിനെക്കാട്ടും കൂടുതൽ ഫാമിലി ഡ്രാമ ആയിരിക്കും. എന്തായാലും പടം നന്നാവാൻ സാധ്യത. ലാലേട്ടന് കിട്ടുന്ന പെർഫോമൻസ് ആയിരിക്കും. അത് നന്നായിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ഭയങ്കര റെക്കോർഡ് ഹിറ്റായിരിക്കും. അങ്ങനത്തെ പടങ്ങളാണ് വേണ്ടത്. ചെറിയ ബഡ്ജറ്റിൽ പിടിച്ചിട്ട് നല്ല കാശിലാകുന്ന പടങ്ങളാണ് വേണ്ടത്. അങ്ങനെ എല്ലാ പടങ്ങളും വേണോ? അങ്ങനെ അല്ലാണ്ട് മറ്റേ പടം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. എമ്പുരാൻ്റെ ക്ഷീണം മാറിയിട്ടില്ല എന്ന് ഇപ്പോഴും ആൻറ്റി ബിംബർ പറഞ്ഞില്ലേ, എമ്പുരാനെ ഉണ്ടാക്കിയിട്ട് ക്ഷീണം മാറിയിട്ടില്ല. ബോക്സ് ഓഫീസ് ഹിറ്റാണ്. ഇതിപ്പോൾ ചെറിയ ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ വാഴ ചെറിയ ബഡ്ജറ്റ് അല്ലേ, എല്ലാ പടങ്ങളും വേണം, വലുതും വേണം. ബഡ്ജറ്റ് ഗുണം പറഞ്ഞാൽ അഥവാ പടം പൊളിഞ്ഞാൽ തന്നെ പ്രൊഡ്യൂസറിന് വലിയ നഷ്ടം ഉണ്ടാവും. നമുക്കില്ല, ബാഹുബലിയും വേണം, വാഴം വേണം, ദൃശ്യം വേണം, എല്ലാം വേണം. പോടോ ബാഹുബലി അത് രാജമൗലിക്ക് പറ്റും. ഇവിടെ നടക്കില്ല. ഇവിടെ മരക്കാരുണ്ടാക്കിയിട്ട് എന്തായി? ഇവിടെ മരക്കാരുണ്ടാക്കിയിട്ട് എന്തായി? 100 കോടി രൂപയ്ക്ക് 100 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത പറയണ കേക്കടോ. 100 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് മരക്കാരുണ്ടാക്കിയിട്ട് എന്തായി? ഇവിടെ ഒന്നും ആ മാർക്കറ്റ് ഇല്ല. മലയാളം സിനിമയ്ക്ക് അത്രയും മാർക്കറ്റ് ഇല്ല. മാർക്കറ്റ് ഉണ്ട്, ഇല്ലാന്ന് മാർക്കറ്റും ഇല്ല. എമ്പുരാൻ എന്തായി? എമ്പുരാന്റെ ക്ഷീണം മാറിയിട്ടില്ല. എമ്പുരാനി ലോകമൊക്കെ ഹിറ്റായത് ഇവിടെ. എന്ത് ഇട്ടായാലും എന്താണ്? എമ്പുരാൻ 300 കോടി. മലയാള സിനിമയുടെ മാർക്കറ്റ് കുറവാണ്. കാരണം മലയാളികൾ പൈസ ഇറക്കി സിനിമ കാണില്ല. പിള്ളേർ കാണും, ഇല്ല പഴയ ജനറേഷൻ പൈസ ഇറക്കി കാണില്ല. അതുകൊണ്ടാണ് മലയാള സിനിമയുടെ മാർക്കറ്റ് കൂടാത്തത്. അതൊന്നല്ല ആണ്. തമിഴ്നാട്ടിലല്ല, ഇവിടെ വിജയ് മോഹൻലാൽ മമ്മൂട്ടി എന്ത് കഴിവുള്ള ആളാണ്. ഇവര് വിജയ് വാങ്ങിയത് 200 കോടിയാണ്. മലയാള സിനിമയുടെ മാർക്കറ്റ് കൂട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ മലയാളികൾക്ക് സിനിമയെക്കാട്ടും ഇമ്പോർട്ടൻ്റ് രാഷ്ട്രീയമാണ്. അതിന് മാത്രമല്ല, ഈ പുതിയ ജനറേഷൻ പിള്ളേർ പിന്നെ കാശ് ചെലവാക്കും. പക്ഷെ പഴയ ജനറേഷൻ ആൾക്കാരൊന്നും കാശ് ചെലവാക്കില്ല. അതുകൊണ്ട് മാർക്കറ്റ് കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ല. ലാലേട്ടൻ കുറേ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ മാർക്കറ്റ് കൂട്ടാൻ ബുദ്ധിമുട്ടാണ്. ഒരു ബുദ്ധിമുട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം സിനിമയോട് വലിയ ഗ്രേസ് ഒന്നുമില്ല. 50 കോടി കഴിഞ്ഞ് 100 കോടി 150 200 300 കോടി ക്ലബിലെത്തി മലയാള സിനിമ. ആകെ പിന്നെ ഒരു മണ്ടത്തരമല്ല അല്ലാതെ മരക്കാരെടുത്തിട്ട് മോഹൻലാൽ കടത്തില ആൾക്കാർ പറയുന്നത്. മോഹൻലാൽ കടത്തില പറയുന്നത് മരക്കാരുടെ ഉണ്ടാക്കിയിട്ട് എന്തുണ്ടായി? 100 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് മരക്കാരുണ്ടാക്കി. അപ്പോഴേ അമിതാഭ് പറഞ്ഞു പണ്ട് എമ്പുരാന് ക്ഷീണം മാറിയിട്ടില്ലെന്ന്. എമ്പുരാൻ ബോക്സ് ഓഫീസ് വിജയാണ്. ഉണ്ടയാണ് എമ്പുരാന്റെ ക്ഷീണം മാറിയിട്ടില്ലെന്ന് അനിബിനുവാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നിച്ച് കാണില്ലല്ലോ. പിന്നെ ഉണ്ടയാണ്. പൃഥ്വിരാജും മലയാള സിനിമയ്ക്ക് മാർക്കറ്റ് കാണാത്ത എളുപ്പമല്ല. ഇവിടുത്തെ ആളുകളുടെ മെന്റാലിറ്റി തമിഴ്നാട് പോലെ അല്ല. തമിഴ്നാടുകാർക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. അതുകൊണ്ടാണ് ഒരു കഴിവില്ലാത്ത വിജയിക്കാൻ 200 കോടി രൂപ കിട്ടുന്നത്. ഇവിടെ മമ്മൂട്ടി മോളെ ഇത്ര ടാലൻറ്റതും ഇത്ര അവാർഡ്സ് ഇത്ര കഴിവുള്ള അവർ കിട്ടുന്ന 10 കോടി 5 കോടിയാണ്. മലയാള സിനിമയുടെ മാർക്കറ്റ് കൂട്ടാൻ മോളെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നടക്കുക നല്ലതാണ്. ഏറ്റവും ബെസ്റ്റാണ് ഇപ്പോൾ ദൃശ്യം അല്ലെങ്കിൽ വാഴ പോലെ ചെറിയ വാഴ എത്ര വേണ്ടാക്കി ചെറിയ ബഡ്ജറ്റ് ഉണ്ടാക്കും. തുടരും എത്ര ബഡ്ജറ്റ് ഉള്ളത്? അല്ലെങ്കിൽ എമ്പുരാന്റെ ക്ഷീണം മാറിയിട്ടാണ് ആനിമൽ പറഞ്ഞില്ലേ എമ്പുരാൻ എന്തുണ്ടാക്കി അറിയണ്ട. ഉണ്ടയാണ് എവിടെ 3ാം ഭാഗം വരാത്തതാ. 3ാമതാം വരും. പിന്നെ എന്താണ് ആനിമൽ പറഞ്ഞത്? എമ്പുരാന്റെ ക്ഷീണം മാറിയിട്ടില്ല. L3 വരും പറഞ്ഞു. പറഞ്ഞു എമ്പുരാന്റെ ക്ഷീണം മാറിയിട്ടില്ല പറഞ്ഞില്ലേ. എമ്പുരാന്റെ ക്ഷീണം മാറിയിട്ടാണ് ആനിമൽ പറഞ്ഞത്. കുറച്ച് അഭിപ്രായം അഭിപ്രായമൊന്നല്ല. മലയാള സിനിമയുടെ മാർക്കറ്റ് കൂട്ടാൻ നിങ്ങൾക്ക് പ്രായോഗികമായി ചിന്തിക്കണം. ഇവിടുത്തെ ആളുകള് പൈസ കൊടുത്ത് സിനിമ കാണില്ല. ഇവിടെ സിനിമയെക്കാട്ടും ഇമ്പോർട്ടൻ്റ് രാഷ്ട്രീയമാണ്. തമിഴ്നാടല്ല കേരളം. അതല്ല, തമിഴ്നാട് വേറെ സ്റ്റേറ്റ്, കേരളം വേറെ സ്റ്റേറ്റ്. അതല്ല, ആരിലല്ല. തമിഴ്നാട് വലിയ സ്റ്റേറ്റ്, കേരളം ചെറിയ സ്റ്റേറ്റ്. തമിഴന്മാരല്ല മലയാളികളാണ്. എന്തുകൊണ്ട് ഇവിടെ മമ്മൂട്ടി പോലെ ഇലക്ഷനിൽ ജയിക്കുന്ന ഒപ്പിട്ട് തരാം. പക്ഷെ അവിടെ വിജയ് ജയിക്കാൻ കാരണം എന്താണ്? ഓക്കെ, കട്ട്.